സൗരക്ഷിക ചിൽഡ്രൻസ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ ബാലാവകാശ ബോധവൽക്കരണ സെമിനാറും പറവൂർ താലൂക്ക് യൂണിറ്റ് രൂപീകരണവും സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ നടന്നു. സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം ശശിശങ്കർ വിഷയാവതരണം നടത്തി. ആദ്യം സർവൈവൽ റൈറ്റ്സ് ആണ്, അതിജീവനം എന്ന് പറയുന്ന റൈറ്റ്സ് ആണ് അല്ലേ, സർവൈവൽ റൈറ്റ്സ്. പിന്നെ അത് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ട ആവശ്യങ്ങളുള്ള സാധനം, ഭക്ഷണം, താമസം, അതൊക്കെ. രണ്ടാമത്തെ പ്രൊട്ടക്ഷനാണ്, നിങ്ങളെ സംരക്ഷിക്കുക, സംരക്ഷണം നിങ്ങളുടെ അവകാശമാണ്. മൂന്നാമത്തെ പാർട്ടിസിപ്പേഷൻ അല്ലേ, പങ്കാളിത്തം ഒരു അവകാശമാണ്. അപ്പോൾ ഈ ഓരോ അവകാശത്തിൻ്റെ കീഴിൽ ഒരുപാട് വേറെ അവകാശങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വരും. നാലാമത്തെ എന്താണ്? ഡെവലപ്മെന്റ്, വികസനം അല്ലെങ്കിൽ ഉന്നമനം എന്ന് പറയുന്നതാണ് നാലാമത്തെ. അപ്പോൾ അന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് നാലെണ്ണം മലയാളത്തിലും ഇംഗ്ലീഷിലാണ്. കുട്ടികളുടെ 4 റൈറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ട് സർവൈവൽ, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ, ഡെവലപ്മെന്റ് അല്ലേ. ഡെവലപ്മെന്റ് മലയാളത്തിൽ നമ്മൾ ഉന്നമനം എന്ന് പറയും. വികസനം എന്നാണ് സാധാരണ പറയുന്നത്, പക്ഷെ ഇവിടെ ഉന്നമനം എന്നുള്ള വാക്കാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പ്രൊട്ടക്ഷൻ റൈറ്റ്സിനെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഒരാൾ ഹർട്ട് ചെയ്യാൻ പാടില്ല, ഒരാൾ നിങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ഷനുള്ള അവകാശമുണ്ട് അല്ലേ. ഇത് അടുത്തിരിക്കുന്ന ആൾക്കില്ലേ, നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല, ചവിട്ടാൻ പാടില്ല, തുറയ്ക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കില്ലേ. അപ്പൊ അയാളെ നിങ്ങൾ ഇതുപോലെ ഉപദ്രവിക്കാമോ? ചെയ്യാമോ? പാടില്ല. അപ്പൊ അത് നിങ്ങളുടെ എന്താണ് അവകാശമാണ്? ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അവകാശമല്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ സുധ ടീച്ചർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം. ഈ അവകാശങ്ങൾ മാത്രമല്ല ഒരാൾക്കുള്ളത്, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക്. അപ്പം നമ്മളിവിടെ സ്കൂളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. നമുക്കൊരു ക്ലീൻ സ്പേസ്, നല്ല അന്തരീക്ഷം വേണം, നല്ല പൊല്യൂഷൻ ഇല്ലാത്ത വായു വേണം, നല്ല വെള്ളം വേണം. ഇതെല്ലാം നമ്മുടെ അവകാശങ്ങളിൽ വരുന്നതാണ് അല്ലേ.